ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് എക്സാമുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായും പഠിക്കേണ്ട ഭാഗമായിട്ടുള്ള MS പവർ പോയിന്റ് എന്ന ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മറ്റു ചില ഭാഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു പിടിച്ചാൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കറിയാം, ടൈപ്പിസ്റ്റ് എക്സാമിൽ പവർ പോയിന്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇവിടെ ശരി ഉത്തരം കണ്ടെത്തി ആൻസറിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പൊ നമുക്ക് MS പവർ പോയിന്റ് പഠിക്കുന്നതിന് മുമ്പ് MS പവർ പോയിന്റ് വിൻഡോ എങ്ങനെയാണ് എന്ന കാര്യം അറിയണം. അപ്പൊ ടൈപ്പിസ്റ്റ് പഠിക്കുന്ന മിക്കവാറും ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ MS പവർ പോയിന്റ് വിൻഡോയെ കുറിച്ച് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു വിൻഡോയാണ് MS പവർ പോയിന്റ് പ്രസന്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വിൻഡോയിൽ പല പല ഭാഗങ്ങളിൽ പല പല ഐക്കണുകളും പല പല ഫീച്ചേഴ്സുകളും ഉണ്ട്. ഈ ഓരോ ഫീച്ചേഴ്സുകളെ കുറിച്ചുമായിരിക്കും എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ ഇത് ഓരോന്നും എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? എന്താണ് ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി പ്രസന്റേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ സി ഡേറ്റാബേസ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പം ഒരു പവർ പോയിന്റിന്റെ ക്ലാസ് കാണുന്ന ടൈപ്പിസ്റ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇതിന്റെ ഉത്തരം അറിയാം. നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. MS പവർ പോയിന്റ് ഈസ് എ പ്രസന്റേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എ പ്രസന്റേഷൻ പ്രോഗ്രാം ഈസ് എ സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോകളിൽ ഇൻഫർമേഷൻസിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജിന് പറയുന്ന പേരാണ് പ്രസന്റേഷൻ പ്രോഗ്രാം. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഹാസ് 3 മേജർ ഫങ്ഷൻസ്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളായി പരിഗണിച്ചാണ് നിങ്ങൾ ഉത്തരം കാണേണ്ടത്. അതായത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും നമ്മുടെ എന്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം? പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയാം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഹാസ് 3 മേജർ ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, ടെക്സ്റ്റ് എഡിറ്റർ ഫോർ ഇൻപുട്ടിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. അപ്പൊ ഒരു പ്രസന്റേഷൻ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഫംഗ്ഷൻ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ ഇൻപുട്ടിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. രണ്ടാമത്തത് ഫെസിലിറ്റി ഫോർ ഇൻസർട്ടിംഗ് ഗ്രാഫിക്സ് ആൻഡ് അതർ മൾട്ടിമീഡിയ ഫയൽസ്. അതായത് ഫെസിലിറ്റി ഫോർ ഇൻസർട്ടിംഗ് ഗ്രാഫിക്സ് ആൻഡ് അതർ മൾട്ടിമീഡിയ ഫയൽസ്. നെക്സ്റ്റ്, എ സ്ലൈഡ് ഷോ സിസ്റ്റം ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്. അതായത് ഒരു കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ലൈഡ് ഷോ സിസ്റ്റം. ഇതൊക്കെയാണ് നമ്മുടെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഫങ്ഷൻസ്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റുകളായിട്ട് തന്നിട്ട് ഈ 3 എണ്ണത്തിന്റെ കൂട്ടത്തിൽ യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് called as page to create a presentation in PowerPoint? Which of the following is called as page to create a presentation in PowerPoint? Option A sheet, option B document, option C slide, option D none of the above. ഇതിന്റെ ആൻസറും നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് ഓപ്ഷൻ സി സ്ലൈഡ് ആണ്. അതായത് which of the following is called as page to create a presentation in PowerPoint? Slide. Okay, next, എന്താണ് സ്ലൈഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എ പ്രസന്റേഷൻ ഈസ് നോൺ ആസ് സ്ലൈഡ്.
അതായത് പ്രസന്റേഷനിലെ ഇൻഡിവിജ്വൽ പാർട്ടുകളായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് ആരെ? സ്ലൈഡുകളെ. സ്ലൈഡ് ഷോ, സ്ലൈഡ്സ്. The slides that is used to introduce a topic and set the tone for the presentation is called the title slide. അപ്പൊ ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലൈഡ് ആണ് ടൈറ്റിൽ സ്ലൈഡ്. ആ ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? The slide that is used to introduce a topic and set the tone for the presentation is called the title slide. അപ്പൊ സ്ലൈഡ് എന്താണ്? ടൈറ്റിൽ സ്ലൈഡ് എന്താണ്? രണ്ടും PYQs. നെക്സ്റ്റ് നമുക്ക് നാവിഗേഷൻ ത്രൂ സ്ലൈഡ്സ്, അതായത് സ്ലൈഡുകളെ എങ്ങനെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. യൂസിങ് ദി മൗസ്, യൂസിങ് ദി ആരോ കീസ്, യൂസിങ് ദി സ്ക്രോൾ ബാർസ് വിത്ത് യുവർ മൗസ്, യൂസിങ് വേരിയസ് ഷോർട്ട് കട്ട് കീസ്. അതായത് നമുക്ക് സ്ലൈഡുകളെ നാവിഗേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂസിങ് ദി മൗസ്, using the arrow keys, using the scroll bar with your mouse, using the various shortcut keys. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഈസ് ദ മെനു ടു ക്രിയേറ്റ് എ ടെക്സ്റ്റ് ബോക്സ് ഓൺ എ സ്ലൈഡ്? അതായത് ഒരു സ്ലൈഡിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് മെനു യൂസ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വ്യൂ ടാബിലെ ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ബി ടൂൾസിലെ ടെക്സ്റ്റ് ബോക്സ്, അല്ലെങ്കിൽ സി ഇൻസർട്ട് ടാബിലെ ടെക്സ്റ്റ് ബോക്സ്, ഓപ്ഷൻ ഡി ഫോർമാറ്റ് ടാബിലെ ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ശരി ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. ഓപ്ഷൻ സി ഇൻസർട്ട് ടാബിലെ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇവിടെ നോക്കിയേ, ഇൻസർട്ട് ടാബ്. ഇൻസർട്ട് ടാബ് ഇതാണ്ട് ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻസർട്ട് ടാബ്, ഇൻസർട്ട് ടാബ്. ഈ ഇൻസർട്ട് ടാബിൽ നിന്നും നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെയാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇൻസർട്ട് ടാബിലെ ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ ചോദ്യം വന്നിരിക്കുന്ന രീതി മനസ്സിലായെന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസർട്ട് ടാബിലെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, ദ സ്ലൈഡ് വ്യൂ ദാറ്റ് ഹെൽപ്സ് യു ടു റീഅറേഞ്ച് സ്ലൈഡ്സ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. ദ സ്ലൈഡ് വ്യൂ ദാറ്റ് ഹെൽപ്പ് യു ടു റീഅറേഞ്ച് സ്ലൈഡ്സ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. ഇവിടെ നമുക്കറിയാം ഓരോ സ്ലൈഡും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അതായത് പെട്ടെന്ന് വേഗത്തിൽ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് വ്യൂ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ നോക്കുക, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. നോക്കിയേ, ഇവിടെ നമുക്ക് വ്യൂ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിഫറെന്റ് വ്യൂ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ, സ്ലൈഡ് ഷോ വ്യൂ. ഇവിടെ നമുക്ക് the slides view that helps you to rearrange slides quickly and easily, അതായത് വേഗത്തിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം വ്യൂസ്. The views in a PowerPoint that you can use to edit, print and deliver your presentation are as follow. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ, ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്നത് വ്യൂ ഓപ്ഷൻസ് ആണ്. പ്രധാനമായും 4 വ്യൂ ഓപ്ഷൻസ് ആണ് എവിടെയുള്ളത്? വ്യൂ ടാബിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം വ്യൂ ടാബിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ വ്യൂ ടാബ് കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഐക്കൺ ഓപ്പൺ ചെയ്യുമ്പോൾ നോർമൽ വ്യൂ, നോർമൽ വ്യൂ അതാണ് ഡിഫോൾട്ട് വ്യൂ. ഡിഫോൾട്ട് വ്യൂ നോർമൽ വ്യൂ ആണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ അതായിരുന്നു നമുക്കിപ്പോ ചോദ്യമായിട്ട് വന്നത്. നെക്സ്റ്റ് നോട്ട്സ് പേജ് വ്യൂ അതാണ് അടുത്തത്. സ്ലൈഡ് ഷോ വ്യൂ അതാണ് ഇവിടെ. ഇനി മാസ്റ്റർ വ്യൂസ് എന്നും പറഞ്ഞ് അടുത്ത ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നത് സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. ഇതും കൂടി എന്ത് ചെയ്തിരിക്കണം, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ. എന്താണ് സ്ലൈഡ് സോർട്ടർ വ്യൂ? സ്ലൈഡ് സോർട്ടർ വ്യൂ ഗിവ്സ് എ വ്യൂ ഓഫ് യുവർ സ്ലൈഡ്സ് ഇൻ തംബ്നെയിൽ ഫോം.
തംബ്നെയിൽ ഫോമിൽ നമുക്ക് സ്ലൈഡുകൾ വ്യൂ ചെയ്യാൻ സാധിക്കുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂയിലാണ്. ഇതും പ്രീവിയസ് ചോദ്യമാണ്. നെക്സ്റ്റ്, സ്ലൈഡ് സോർട്ടർ വ്യൂ മേക്സ് ഇറ്റ് ഈസി ഫോർ യുവർ സോർട്ട് ആൻഡ് ഓർഗനൈസ് ദ സീക്വൻസ് ഓഫ് യുവർ സ്ലൈഡ്സ്. അതായത് നമ്മുടെ സ്ലൈഡിനെ നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നതിന് എളുപ്പം സ്വീകരിക്കാവുന്ന ഒരു സ്ലൈഡ് വ്യൂ ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. അപ്പം ശ്രദ്ധിക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ യു ക്യാൻ ആഡ് എ ഹൈപ്പർ ലിങ്ക് ഇൻ യുവർ പ്രസന്റേഷൻ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രസന്റേഷനിൽ ഒരു ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ Ctrl+K, ഓപ്ഷൻ ബി ഇൻസർട്ട് ഹൈപ്പർ ലിങ്ക്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. അതായത് എ ഓപ്ഷനും വരാം, ബി ഓപ്ഷനും വരാം. ഓപ്ഷൻ ഡി ഓൺലി എ. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. കാരണം എന്താണ്? Ctrl+K എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചും ഇൻസർട്ട് ടാബിലെ ലിങ്ക്സിലെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രസന്റേഷനിൽ എന്ത് ആഡ് ചെയ്യാം? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പം Ctrl+K ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അല്ല എങ്കിൽ നമ്മുടെ MS പവർ പോയിന്റിൽ ഇൻസർട്ട് ടാബിലെ ലിങ്ക്സ് ഗ്രൂപ്പിലെ ഹൈപ്പർ ലിങ്കിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഹൈപ്പർ ലിങ്കിനെ ആഡ് ചെയ്യാം. നെക്സ്റ്റ്, നമ്മൾ അടുത്ത ഭാഗം നോക്കാം. എന്താണ് ലിങ്ക്സ്? ലിങ്ക്സ് ഗ്രൂപ്പ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. ഇൻസർട്ട് ടാബിലാണ് ലിങ്ക്സ് ഗ്രൂപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ഇൻ ലിങ്ക്സ് ഗ്രൂപ്പ്സ്, ഹൈപ്പർ ലിങ്ക് ആക്ഷൻ. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ലിങ്ക്സ് ഗ്രൂപ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഹൈപ്പർ ലിങ്കും മറ്റൊന്ന് ആക്ഷനും. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വിച്ച് ഓപ്ഷൻ ക്രിയേറ്റ് എ ലിങ്ക് ടു വെബ് പേജ് ഓർ പ്രോഗ്രാം ഓർ ആൻ ഇമെയിൽ അഡ്രസ് ഓർ എ പിക്ചർ? ഹൈപ്പർ ലിങ്ക്. അപ്പൊ വിച്ച് ഓപ്ഷൻ ക്രിയേറ്റ് എ ലിങ്ക് ടു എ വെബ് പേജ് ഓർ എ പ്രോഗ്രാം ആൻ ഇമെയിൽ അഡ്രസ് എ പിക്ചർ? ഹൈപ്പർ ലിങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ലിങ്ക്. എന്തൊക്കെ കാര്യങ്ങളെ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻസ് ഉപയോഗിക്കാം? എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് ലിങ്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ലിങ്ക്സ് ഇൻ ദ സെയിം ഡോക്യുമെന്റ്, ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ആൻഡ് ലിങ്ക് ഇമെയിൽ അഡ്രസ്. നെക്സ്റ്റ്, ഷോർട്ട് കീ ടു ഇൻസർട്ട് ഹൈപ്പർ ലിങ്ക്. അതായത് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Ctrl+K എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ആണ്. ഷോർട്ട് കട്ട് കീ ടു ഇൻസർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് ചോദിച്ചാൽ Ctrl+K ആണ്. അപ്പൊ ഈ ഭാഗവും നിങ്ങൾ പഠിക്കണം. ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ലിങ്ക് എക്സിസ്റ്റിംഗ് ഫയല്, ലിങ്ക് ഇൻ ദ സെയിം ഡോക്യുമെന്റ്, ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ആൻഡ് ലിങ്ക് ഇമെയിൽ അഡ്രസ്. നെക്സ്റ്റ്, ലാസ്റ്റ് വണ്ണിൽ നമ്മൾ പറഞ്ഞത് ഷോർട്ട് കട്ട് കീ ആണ്. ഷോർട്ട് കട്ട് കീ ഏതാണ് യൂസ് ചെയ്യുന്നത്? Ctrl+K ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തുകൊണ്ടാണ് ലിങ്ക്സ് ഇൻസർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് കോമ്പിനേഷൻ കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ് ഇൻ എ പവർ പോയിന്റ്? പവർ പോയിന്റിൽ പുതിയ ഒരു സ്ലൈഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, Ctrl+M. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷനിൽ ഒരു പുതിയ സ്ലൈഡിനെ എവിടെയെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സ്ലൈഡിന് ശേഷമാണോ ആ സ്ലൈഡ് വരേണ്ടത് അവിടെ സ്ലൈഡിൽ അതിന് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? മൗസ് പോയിന്റർ കൊണ്ടുവച്ച് സെലക്ട് ചെയ്തിട്ട് Ctrl+M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇരിക്കുന്ന സ്ലൈഡിന് താഴെ പുതിയൊരു സ്ലൈഡിനെ ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ലാസ്റ്റും അല്ലെങ്കിൽ ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഷോ ലേസർ പോയിന്റർ ഇൻ പവർ പോയിന്റ് പ്രസന്റേഷൻ? അതായത് ഈ ചോദ്യം കാണുമ്പോൾ പലർക്കും അറിയത്തില്ല എന്താ ലേസർ പോയിന്റർ. നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുന്ന സമയത്ത് ടീച്ചേഴ്സ് ഓരോ ഭാഗങ്ങളെ നമുക്ക് മെൻഷൻ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലെ ഒരു പോയിന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പോയിന്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൗസ് കഴ്സർ ആണ് ഈ പോയിന്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ആവുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൗസ് കഴ്സറിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ലേസർ പോയിന്ററിലേക്ക് മാറ്റണമെങ്കിൽ ഏത് തരത്തിലാണ് ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ അതിനുള്ള ഒരു മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഷോ ദ ലേസർ പോയിന്റർ ഇൻ ദി പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക. Ctrl+Left മൗസ് ബട്ടൺ. Ctrl+Left മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് കഴ്സർ എന്താവും? ലേസർ പോയിന്റർ ആയിട്ട് ചേഞ്ച് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് നിരന്തരമായി ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിൽ.
അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിലവില് ഇതുപോലെയുള്ള ഒരു പഠന രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും. നിലവില് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ഒരു ബൂസ്റ്റർ ബാച്ച് റണ്ണിങ് ആണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളെ വിശകലനം ചെയ്തുകൊണ്ട് അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധിയായ ക്ലാസുകൾ നൽകി നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലെ കുട്ടികളെ കൂടുതൽ നന്നായി ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടൈപ്പിസ്റ്റിന്റെ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി 10 ദിവസം 20 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് പരമാവധി മാർക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എഫർട്ടുകളും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനുവേണ്ടി മോഡൽ എക്സാംസ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട്, അതായത് നിങ്ങളുടെ മാർക്കുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നിരവധിയായ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് ഇനിയുള്ള സമയം പ്രയോജനപ്പെടുത്താം. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വരും സമയങ്ങളിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റിനൊക്കെ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും കൃത്യമായ രീതിയിൽ ഇതുപോലെയുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക്സ് ഓൾ ഓഫ് യു.